ശ്രീ മോഹൻലാലും വാസി സാറിനെ സ്മരിക്കാൻ ഇവിടെ വന്ന് സംസാരിച്ച മിക്കവാറും ആളുകൾക്കൊക്കെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും അദ്ദേഹവുമായി ഏറെ അടുത്ത് പ്രവർത്തിച്ചുള്ളവരുമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അടുപ്പം അല്ലെങ്കിൽ ഈ സംഗീതത്തെപ്പറ്റി എല്ലാവരും ആ മേഖലയെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായി സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ആസ്വാദകനാണെന്നുള്ളതിനപ്പുറം ഇതേപ്പറ്റിയിട്ട് അങ്ങനെ ഒരു കാര്യമൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. ഞാൻ അത്ര ഒരു പാണ്ഡിത്യമുള്ളവരല്ല ആ വിഷയത്തിൽ. പക്ഷേ ബാസി സാറിനെ എനിക്കറിയാവുന്നത് കേരള ശബ്ദം വാരികയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തിപരം എന്നുള്ളൊരു പങ്ക്തി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അതിൽ സംഗീതത്തെപ്പറ്റി ഈ മൃദംഗവാദകൻ എന്നുള്ള രീതിയിൽ ഞാൻ ബാസി സാറിനെ ഒന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കുറേ അനുഭവങ്ങളോടുകൂടി കേരള ശബ്ദത്തിൽ നല്ലൊരു ആർട്ടിക്കിളായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഈ എവിടെ വെച്ച് കണ്ടാലും നിരന്തരമായിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അത് ഈ അവസാന കാലം വരെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു നഷ്ടബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഈ കൊല്ലത്ത് തിരുമല്ലവാരം കേന്ദ്രമാക്കി ഈ റേഡിയോ സാന്ത്വനം എന്നുള്ളൊരു FM റേഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഈ പാലിറ്റീവ് കെയറിൻ്റെ ഒരു പ്രസ്ഥാനമാണത്. അപ്പോൾ അതിൽ ഈ ടോക്ക് ടൈം എന്നൊരു പ്രോഗ്രാം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ സജിയൊക്കെ ഞാൻ വിളിച്ച് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണുവിനെ അവതരിപ്പിക്കാൻ വിളിക്കാനായിട്ട് വിഷ്ണുവിൻ്റെ ഫോണിൽ ദയവ് ഒരു 10-100 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പക്ഷേ സജി തന്ന നമ്പറാണ്, ആ നമ്പർ കിട്ടിയിട്ടില്ല. പിന്നെ എന്നാലും എനിക്ക് വളരെ ഒരു കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഞാനൊരു അടുത്ത ആരായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഏക പേരുകാരനായിരുന്നു ഈ ബാസി സാർ. ഈ അടുത്ത ദിവസങ്ങളിലും കുളക്കാടത്തോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി സംസാരിക്കുക, ഒരു ദിവസം അദ്ദേഹത്തിന് സ്കൂട്ടറിൻ്റെ പ്രവൃത്തി കുളമ്പര കൊണ്ടുപോകാം. ഇങ്ങനെ പല പ്രാവശ്യവും ഞാൻ എന്നെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഗുരുത്വമില്ലായ്മ എന്ന് തന്നെ വിചാരിക്കുകയാണ്. അത് നടന്നില്ല. ഈ എൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഏകോപനം നടത്തുന്ന ഒരു സൈന്ദ്രവ ബുക്സ് അജിത് കുമാറുണ്ട്. ഇന്നലെ ഞാൻ രാത്രിയിൽ വിളിച്ചിട്ട് അജിത്തെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ബാസി സാറിനെയും കൂടെ വിളിക്കാനായിട്ട് തന്നെയാണ്, പക്ഷെ അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്തൊക്കെ പറഞ്ഞ് വളരെ അത് എനിക്ക് വളരെ മോശമായിട്ട് ഇത്രയും നല്ല ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കലുണ്ടായിട്ട് എന്തുകൊണ്ട് ചേട്ടാ ഇത്രയും നാളത് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ കുറ്റബോധം വളരെ വലുതായിരുന്നു. ആ കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ വലിയ മനുഷ്യൻ്റെ ഒരുപാട് തലപ്പൊക്കം അവകാശപ്പെടാൻ കഴിയുന്ന, എന്നാൽ ഒരു തലക്കനവുമില്ലാതെ നമുക്കിടയിൽ ജീവിച്ച് വളരെ സൗമ്യനായി കടന്നുപോയ ഈ വലിയ മനുഷ്യൻ്റെ മനുഷ്യൻ ഞാൻ പറയുന്നത് വെറുതെ അല്ല, എൻ്റെ വികാരത്തോടുകൂടി തന്നെ ഞാൻ പറയുകയാണ്. അത്ര കാണുമ്പോഴൊക്കെ സാറേ എന്നാണ് ഞാൻ വിളിക്കുകയും ഞാൻ ചേട്ടാന്നാണ് തിരിച്ചു വിളിക്കുന്നത്. ആ ഒരു ഇത് കാണപ്പെടുകയല്ല. അതായത് ഇവിടെ മറ്റ് പലരെയും കൂടെയുള്ള ബന്ധങ്ങളും ഇല്ലെങ്കിൽ പോലും ഉണ്ടായിരുന്ന ആ ബന്ധത്തിനോട് വെറുതെ ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾക്ക് മുൻപിൽ എൻ്റെ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.